Hi dear students, in our last class we have discussed the first method of calculating fund from operation, that is direct method. Now we are discussing the second method, that is indirect method. There are two methods. First one is direct method. There we considered only cash sales, less operating expenses, less cost of goods sold. Only cash transactions were considered. Here we will proceed to the second method, that is indirect method. Indirect method is used if there are non-cash, non-operating incomes or expenses. Non-cash, non-operating ഐറ്റംസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഡയറക്റ്റ് മെത്തേഡിൽ തന്നെ നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഈ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. That is, we will calculate fund from operation by preparing a statement. Okay, so prepare a statement for calculation of fund from operation. This is the format of that statement. That is, firstly, we will show net profit for the year. From the problem, we write down net profit for the year. ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ തന്നത് അത് ജസ്റ്റ് എടുത്ത് എഴുതുക. ആഡ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഒരുപാട് നോൺ ഫണ്ട് ക്യാഷ് ഇൻവോൾവ് ചെയ്യാത്ത നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം. ആ എക്സ്പെൻസുകളും ലോസുകളൊക്കെ നമ്മൾ ഇവിടെ എഴുതി ആഡ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് എഴുതി അതിൻ്റെ താഴെ ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാ ഡെബിറ്റ് ചെയ്ത ഐറ്റംസും ആഡ് ചെയ്യും. സെക്കൻഡ്ലി, ലെസ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, ദ ബാലൻസ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ഫണ്ട് ഇൻവോൾവ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റം എടുക്കുന്നതിന് പകരം ഇവിടെ നോൺ ഫണ്ട് ആയിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എടുക്കുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിലെ ഫസ്റ്റ് കേസാണ് നമ്മൾ പറഞ്ഞത്, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, സെയിൽസ് 10 lakhs, പർച്ചേസ് 6 lakhs, സാലറി 1 lakh, റെൻറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പ്രോബ്ലമാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് അല്ല, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് വി വിൽ ടേക്ക് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് ഗിവൺ, ഇറ്റ് ഈസ് 2,80,000. ഓക്കെ, 2,80,000 നമ്മൾ എടുത്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആഡ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇതിലുള്ളത് നോക്കുക. സെയിൽസ് ക്യാഷുള്ള ഐറ്റമാണ്, നമ്മളെടുത്തു. സാലറി, റെൻറ്റ്, ഡിപ്രീസിയേഷൻ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ നമുക്ക് ഈ സ്പെഷ്യലായിട്ട് എടുക്കേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. ഒന്ന് പ്രൊവിഷൻ ഫോർ ടാക്സ്, മറ്റൊന്ന് ഡിപ്രീസിയേഷൻ. അല്ലേ, ഈ രണ്ട് ഐറ്റംസ് ആണ്. ബോത്ത് ഐറ്റംസ് ആർ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. സോ വി വിൽ ആഡ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ദാറ്റ് ഈസ് 42,000 ഡിപ്രീസിയേഷൻ, 28,000 പ്രൊവിഷൻ ഫോർ ടാക്സ്, ടോട്ടൽ 70,000. ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ലെസ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്രെഡിറ്റഡ്. ഇവിടെ ഈ കേസിൽ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ബാലൻസ് 3,50,000 വിൽ ബി കൺസിഡേർഡ് ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നേരത്തെ സെയിം പ്രോബ്ലം ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് 3,50,000 തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് ഐറ്റംസ് തരികയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് വരിക. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, ആഡ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഇത് നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഡിപ്രീസിയേഷൻ, ടാക്സ് പ്രൊവിഷൻ, ഈ ഐറ്റംസ് ലിസ്റ്റ് നിങ്ങൾ പഠിക്കണം. നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ എക്സാമ്പിൾസ് അത് സെപ്പറേറ്റ് എഴുതിയെടുത്ത് പഠിക്കുക. ഡിപ്രീസിയേഷൻ, അതിൻ്റെ പ്രത്യേകത നോ ക്യാഷ് ഈസ് ഇൻവോൾവ്ഡ്. ടാക്സ് പ്രൊവിഷൻ, അല്ലേ, ഇറ്റ് ഈസ് പ്രൊവിഷൻ, നോ പേയ്മെൻറ്റ്. എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ഗുഡ് വിൽ, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ് റിട്ടേൺ ഓഫ്, അതിൻ്റെ പ്രത്യേകത ക്യാഷ് ഇൻവോൾവ് ചെയ്യുന്നില്ല. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്, പ്രപ്പോസ്ഡ് ആണ്, പെയ്ഡ് അല്ല. പ്രപ്പോസ്ഡിൻ്റെ പ്രത്യേകത പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കും, പക്ഷേ അത് പെയ്ഡ് അല്ല. ഓക്കെ, ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ, ഇവിടെ എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്, ദർ ഇസ് നോ ക്യാഷ് ഇൻവോൾവ്ഡ്.
Loss on sale of fixed asset. Then after adding all these non-fund non-operating expenses, then we will deduct non-fund non-operating incomes credited to profit or loss account. Examples are profit on sale of fixed asset, profit on sale of investment, dividend received, refund of income tax. Generally, all the incomes other than sales will be considered as non-fund non-operating incomes. അപ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. സെയിൽസ് അല്ലാത്ത എല്ലാ ഇൻകവും ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ ഇത് ലെസ് ചെയ്യുക. ബാലൻസിങ് ഫിഗറിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ദ സ്റ്റേറ്റ്മെൻറ്റ് prepared for calculating fund from operation under indirect method will be in this format. Okay, then next, second approach in indirect method is profit or loss adjustment method. ഇവിടെയുള്ള പ്രത്യേകത, we will prepare an adjusted profit or loss account. നമ്മൾ നേരത്തെ കഴിഞ്ഞ സെയിം ഐറ്റംസ് തന്നെയാണ് എഴുതുക, ബട്ട് ഇറ്റ് ഈസ് ഷോൺ ഇൻ ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് രൂപത്തിലാണ് നമ്മൾ ചെയ്യുക. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്നാണ് എഴുതിയത്. അതിന് പകരം പ്രോഫിറ്റ് ഓർ ലോസ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഈസ് credited, and also non-fund non-operating incomes are also credited. Okay, then അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കും. നേരത്തെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്ന ഒരു ഈ വർഷത്തെ പ്രോഫിറ്റാണ് കാണിച്ചത്. അതിന് പകരം ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യും, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യും. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് കാണിക്കും. ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കും, non-fund non-operating expenses are debited. Okay, the balancing figure of the account is taken as fund from operation or fund lost in operation. Okay, this is the format of an adjusted profit or loss account. Firstly, we will credit with the opening balance of profit or loss account in profit in the opening balance avada kanikkum, and closing balance ആണെങ്കിൽ it is shown in ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ദെൻ നെക്സ്റ്റ്, നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇതൊക്കെയാണ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓൾ ദീസ് ആർ ഡെബിറ്റഡ് ടു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് ലൈക്ക് വൈസ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. Okay, profit on sale, dividend received, refund of income tax. Okay, all these are credited, and this account is balanced. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമ്മളതിനെ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്ന് പറയും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമ്മളതിനെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഏതെങ്കിലും ഒന്നേ വരികയുള്ളൂ, ഒന്നുകിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ. എനിവേ, ദിസ് ഈസ് ദ ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട്, ദിസ് ഈസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഈ എമൗണ്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് മെത്തേഡിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. സെയിൽസ് 10 lakhs, പർച്ചേസ് 6 lakhs, സാലറി 1 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh, ക്ലോസിംഗ് സ്റ്റോക്ക്, റെൻറ്റ്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, കാൽക്കുലേറ്റ് ഫണ്ട് ഫോർ ഓപ്പറേഷൻ. ഓക്കെ, എങ്ങനെ കാണിക്കും? ഫസ്റ്റ്ലി ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് രണ്ടുമില്ല, പകരം ഒറ്റ എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ നെറ്റ് പ്രോഫിറ്റ് എന്താണ്, ക്ലോസിംഗ് ബാലൻസ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ വി വിൽ ഷോ ദാറ്റ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഹിയർ. ഓക്കെ, അതിന് പകരം നമുക്ക് 2 വർഷത്തെ എമൗണ്ടുകൾ തരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, 2 സൈഡിൽ കാണിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ്. 2 ഐറ്റംസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്. ബോത്ത് ഐറ്റംസ് ആർ ഡെബിറ്റഡ്. നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ദെൻ ദിസ് അക്കൗണ്ട് ഈസ് ബാലൻസ്ഡ്. ബാലൻസ് ഈസ് കൺസിഡർഡ് ആസ് 3,50,000. ഓൾറെഡി വി ഹാവ് സോൾവ്ഡ് ദിസ് പ്രോബ്ലം. ഓക്കെ, 3,50,000 ഈസ് ടേക്കൺ ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. Okay, then another question, from the following profit or loss account calculate fund from operation. Fund from operation കാണുക എന്ന് പറഞ്ഞുകൊണ്ട് തരികയാണ്. So we can use direct method or indirect method if nothing is mentioned. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡോ ഇൻഡയറക്റ്റ് മെത്തേഡോ ഉപയോഗിക്കാം. അതെല്ലാം പറയുകയാണെങ്കിൽ ആ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ആ ഐറ്റംസിനെ ഒന്നിങ്ങനെ കളർഫുള്ളാക്കിയിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്.
തന്നിരിക്കുന്ന ഐറ്റംസ് ഇതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലുണ്ട്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ഡെബിറ്റ് സൈഡിൽ ഒരുപാട് എക്സ്പെൻസുകളുണ്ട് അല്ലേ? ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് അല്ലേ പ്രോഫിറ്റ്. ഒന്നുകിൽ സെയിൽസ് തരാം, സെയിൽസ് തരാത്തത് കൊണ്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തത്. സാലറി, റെൻറ്റ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. എന്താണ് മൂന്നിൻ്റെയും പ്രത്യേകത? ക്യാഷ് എക്സ്പെൻസുകളാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ദെൻ അനദർ ഐറ്റം ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ, റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത? നോൺ ഫണ്ട് ഐറ്റംസ് ആണ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. Like this, when you get the problem, you classify, you identify these items and segregate them. Okay, I have segregated all these items like this. Okay, so firstly we are using direct method. In direct method we will identify the direct income. Here sales is not given, but we are getting gross profit, that is 94,000. Okay, from this 94,000 we have to deduct all cash operating expenses, salary, rent, printing and stationery. Okay, 12, 17,700, 20,700. Okay, 20,700 I have deducted. The balance will be 73,300. Okay, in direct method our amount of fund from operation is 73,300. How to calculate? Firstly write down gross profit less operating expenses, salary, rent, printing and stationery. One by one ആയിട്ട് എഴുതുക. Total 20,000 less ചെയ്യുക. The balancing figure will be 73,300. Then how we will try the indirect method? Indirect method ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ how to calculate? Firstly write down net profit. Net profit for the year is given as 44,400. We will write it as 44,400. Okay, then next we will write add non-fund non-operating expenses debited in profit or loss account. Profit or loss account debit ചെയ്ത non-fund non-operating expenses ഒക്കെ ആഡ് ചെയ്യുക. Here depreciation, goodwill, provision, loss on sale, proposed dividend, all these items are non-fund non-operating expenses. We add all these items. 11,500, 17,500, 27,500, 30,900, 39,900. Okay, we will add all these items. Okay, ഇപ്പോൾ എത്ര കിട്ടും? 84,300. Then less non-fund non-operating incomes. ഇവിടെ രണ്ട് ഐറ്റം ക്രെഡിറ്റ് സൈഡിലുണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ, ഇൻട്രസ്റ്റ്. 7,250, 3,750, 11,000 അല്ലേ? 11,000. Then the balance will be 73,300. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് മെത്തേഡിൽ ചെയ്യുക. രണ്ട് മെത്തേഡിലും ബാലൻസ് നമുക്ക് കിട്ടിയത് ഫണ്ട് ഫ്രോം ഓപ്പറേഷൻ ഈസ് 73,300. ഓക്കെ, ഇതിന് നിങ്ങൾ ഈ രൂപത്തിലല്ല, പകരം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ രണ്ട് മെത്തേഡിലും ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡിൽ എഴുതുക. ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് എഴുതിയിട്ട് ഈ 73,300 ബാലൻസ് കിട്ടുന്ന രീതിയിൽ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഐ ആം ഗോയിങ് ത്രൂ വൺ മോർ എക്സാമ്പിൾ. Calculate fund from operation. Purchase, direct expense, gross profit, sales. We are given with both the details of trading account and profit or loss account. We can use here direct method or indirect method. Then here just the question, calculate fund from operation is given. So എങ്ങനെ calculate ചെയ്യാം? Firstly, before doing the problem we have to identify these items. I have identified these items like this. Sales is a direct income, and purchase, direct expense are also direct income. Direct expenses. Salary is also cash operating expense. Look at other items. Profit on sale of land, interest received, both are non-operating incomes. Cash ഉണ്ട്, പക്ഷേ non-operating income ആണ്. Depreciation non-fund item ആണ്. Provision for tax is a non-fund expense. Goodwill written off is a non-fund expense. Okay, then how to calculate? Under direct method we write first sales 10 lakhs, sales amount 10 lakhs, less cash operating expenses, purchase 5 lakhs, then direct expenses 2 lakhs,
Then next less salary 60,000. Okay, 5 7 7 7,600. 60,000. 7,60,000. Balance will be 2,40,000. This is under direct method. Then under indirect method, how you will solve this problem? First write down net profit for the year. Net profit is 2,80,000. Then add non-fund non-operating expenses. Non-fund non-operating expenses are 30,000, 20,000 and 10,000. Okay, but 2,80,000 in order we will add non-fund non-operating expenses 30, 20, 50, 10, 60,000. Okay, 60,000 is added. So 3,40,000 less non-fund non-operating incomes. Here non-fund non-operating incomes are profit on sale of land, interest received. Okay, interest received is a non-operating income. Okay, 1 lakh is the non-operating income. Okay, then 2,80,000 plus 60, 3,40,000, 3,40,000 minus 1 lakh, 2,40,000. Here also we will get 2,40,000. But we have two methods, same figure. 2,40,000 will be our fund from operation. Okay, then I am giving you one question. Purchase, direct expenses, gross profit, sales. The same question, same model question. Gross profit, profit on sale of land, interest received. Then some items of expenses are also given. Salary, depreciation, provision for tax, goodwill written off, proposed dividend, preliminary expenses written off, rent. Okay, you calculate fund from operation using both methods. First give the heading direct method, then calculate fund for operation under direct method, then give the heading indirect method, then calculate under indirect method and send this answer as a message to my WhatsApp number. Okay, so you send it in my personal WhatsApp number. Okay, how to identify these items? We have to identify the items. Okay, sales is a cash item, cash operating income. Then purchase is cash item, direct expense is a cash item. Then here, then salary is a cash operating expense. Depreciation, provision, goodwill, proposed dividend, preliminary expenses written off, rent is a cash operating expense. These are cash operating expenses. Then profit on sale of land is a non-operating income. Then interest on received is a non-operating income. Then depreciation, provision for tax, goodwill written off, proposed dividend, preliminary expenses written off. All these are non-cash, non-operating items. Okay, so you solve this problem and send it to me. Okay, thank you very much. If you have any doubts, you just send me a WhatsApp message. Okay, thank you very much.